ടെസ്റ്റ് ഫോർമാറ്റിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രണ്ട് വലിയ നഷ്ടങ്ങളാണ് ഇന്ത്യക്ക് സംഭവിച്ചിരിക്കുന്നത്. റെഡ് ബോൾ ഗെയിമിൽ ടീമിൻ്റെ നെടുംതൂണുകളായ രണ്ടു ഇതിഹാസ താരങ്ങളെ ഇന്ത്യക്ക് നഷ്ടമായി. ഇന്ത്യൻ നായകനും ക്ലാസ് ബാറ്ററുമായ രോഹിത് ശർമ്മയും റൺ മെഷീൻ വിരാട് കോഹ്ലിയുമാണ് വെറും 6 ദിവസത്തിനിടെ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ ടീമിൻ്റെ ഇംഗ്ലണ്ട് പര്യടനം അടുത്ത മാസം ആരംഭിക്കാനിരിക്കെ ഞെട്ടിച്ചായിരുന്നു ഹിറ്റ്മാൻ്റെ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം. ഇപ്പോഴിതാ വിരാട് കോഹ്ലിയും ടെസ്റ്റ് മതിയാക്കി ആരാധകർക്കും ഇന്ത്യൻ ക്രിക്കറ്റിനും മറ്റൊരു ഷോക്ക് കൂടി നൽകിയിരിക്കുകയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും പെട്ടെന്നുള്ള വിരമിക്കലിനും കാരണക്കാരൻ ഇന്ത്യൻ ടീമിൻ്റെ മുഖ്യ കോച്ച് ഗൗതം ഗംഭീർ ആണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആരാധകർ ആരോപിക്കുന്നത്. കൂടാതെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കറിനെതിരെയും ചിലർ ആഞ്ഞടിക്കുന്നുണ്ട്. രോഹിത്തിൻ്റെയും കോഹ്ലിയുടെയും പെട്ടെന്നുള്ള വിരമിക്കലിന് പിന്നിൽ ഈ രണ്ടുപേർക്കും നിർണായക പങ്കുണ്ടെന്ന് ഉറപ്പാണെന്നും ആരാധകർ ആരോപിക്കുന്നു. ഇംഗ്ലണ്ടിനെതിരായ വളരെ പ്രധാനപ്പെട്ട ടെസ്റ്റ് പരമ്പര വരാനിരിക്കെ രോഹിത്തും കോഹ്ലിയുമില്ലെങ്കിൽ ഇന്ത്യ തകരുമെന്നും ആരാധകർ മുന്നറിയിപ്പ് നൽകുന്നു. ടീമിനുമേൽ തൻ്റെ നിയന്ത്രണം പൂർണ്ണമായി കൊണ്ടുവരികയാണ് ഗംഭീറിൻ്റെ ലക്ഷ്യമെന്നും ആരാധകർ ആരോപിക്കുന്നു. ഇനി ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കില്ലെന്ന് ഇരുവരെയും ഗംഭീർ അറിയിച്ചു കാണും. ഇതാണ് വിരമിക്കലിന് പിന്നിലെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു. ഗംഭീർ കാരണം 3 സീനിയർ താരങ്ങളാണ് അടുത്തിടെ കളി മതിയാക്കിയത്. ആദ്യം അശ്വിൻ, ഇപ്പോൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും. ടെസ്റ്റ് ക്രിക്കറ്റിൽ അനുഭവ സമ്പത്തിന് ഒന്നും പകരമാവില്ല. അടുത്ത ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യൻ ടീം തകർന്നടിയുമെന്നും ഒരു വിഭാഗം ആരാധകർ ആരോപിക്കുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ക്രിക്കറ്റിന് മഹത്തായ സംഭാവനകൾ നൽകിയിട്ടും ഇരുവർക്കും അർഹിച്ചൊരു യാത്രയയപ്പ് പോലും നൽകാൻ ഗൗതം ഗംഭീർ തയ്യാറായില്ലെന്നും ആരാധകർ വിമർശിച്ചു. എന്നാൽ സമീപകാലത്ത് ടെസ്റ്റ് മത്സരങ്ങളിൽ നടത്തിയ മോശം പ്രകടനങ്ങളാണ് വിരാട് കോഹ്ലിയുടെ ഇത്തരത്തിലുള്ള തീരുമാനത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക വിവരങ്ങൾ. കഴിഞ്ഞ 9 ടെസ്റ്റ് ഇന്നിംഗ്സുകളിൽ നിന്ന് കേവലം 190 റൺസ് മാത്രമായിരുന്നു കോഹ്ലിക്ക് സ്വന്തമാക്കാൻ സാധിച്ചത്. 23.75 എന്ന വളരെ കുറഞ്ഞ ശരാശരിയിലാണ് കോഹ്ലി സമീപകാലത്ത് ടെസ്റ്റ് മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ളത്. മാത്രമല്ല ഓഫ് സ്റ്റമ്പിന് പുറത്തുവരുന്ന പന്തുകളെ തൻ്റെ പ്രതാപകാല ഫോമിൽ നേരിടാനും കോഹ്ലിക്ക് സാധിക്കുന്നില്ല. ഇത്തരത്തിലായിരുന്നു കഴിഞ്ഞ 9 ഇന്നിംഗ്സുകളിൽ 8 തവണയും അദ്ദേഹം പുറത്തായത്. ഇതൊക്കെയും കോഹ്ലിയുടെ വിരമിക്കൽ പ്രഖ്യാപനത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ.